ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കഴിവാണോ അതോ നിങ്ങളുടെ സ്വഭാവമാണോ ജീവിതത്തിൽ കൂടുതൽ വിജയം നേടിത്തരുന്നത്? സ്വഭാവമാണ്. കാരണം ലോകം പ്രവർത്തിക്കുന്നത് കൊടുക്കൽ വാങ്ങൽ എന്ന നിയമത്തിലാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമാവാം, ബഹുമാനമാവാം, വഞ്ചനയാവാം. നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കൊയ്യാനാകൂ. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയും ബിസിനസ് വിജയവും എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഒരു നിമിഷത്തെ ദേഷ്യപ്രകടനം ഒരുപക്ഷെ 1000 നിമിഷത്തെ കുറ്റബോധം നമുക്ക് സമ്മാനിച്ചേക്കാം. അതുകൊണ്ട് ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും കരുതലോടെയാവണം. മറ്റുള്ളവരെ പരിഹസിക്കരുത്. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. എല്ലാം തികഞ്ഞവരായി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരിലും കുറവുകളുണ്ട്. ആ കുറവുകളെ ചൂഷണം ചെയ്യാനോ പരിഹസിക്കാനോ ഉള്ള അവകാശം നമുക്കില്ല. ബഹുമാനം നൽകിയാൽ മാത്രമേ നമുക്ക് ബഹുമാനം ലഭിക്കൂ. നിങ്ങളുടെ ചിന്തകളാണ് ആദ്യം മാറേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്ന തോന്നലാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഈ ലോകം വലിയൊരു പാഠശാലയാണ്. എല്ലാവരിൽ നിന്നും പഠിക്കുക, എന്നാൽ ആരെയും അന്ധമായി പിന്തുടരാതിരിക്കുക. ബിസിനസ്സിൽ നിങ്ങളുടെ അറിവിനേക്കാൾ പ്രധാനം നിങ്ങളുടെ വിനയമാണ്. അഹങ്കാരം എത്ര കുറയുന്നോ നിങ്ങളുടെ ബിസിനസ് അത്രയും വർദ്ധിക്കും. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഞാൻ അഹങ്കാരിയായിരുന്ന സമയത്തൊക്കെ എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അഹങ്കാരമുള്ളപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രധാനമല്ല എന്ന് ഞാൻ വിശ്വസിക്കും. പലരും അവരുടെ അറിവില്ലായ്മയെ മൂടിവെക്കാനാണ് അഹങ്കാരത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നത്. ഇനി ധനകാര്യത്തിലേക്ക് വരാം. ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ അഹങ്കാരവും വരുമാനവും തമ്മിലുള്ള അന്തരം നിങ്ങൾ സൂക്ഷിക്കണം. എത്ര തന്നെ വരുമാനമുണ്ടെങ്കിലും ഇന്ന് തന്നെ അത് ചെലവഴിച്ച് ആഹ്ലാദിക്കുവാനുള്ള ത്വര നിയന്ത്രിച്ചില്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുക അസാധ്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. സമ്പാദ്യം കൂട്ടാനുള്ള ഏറ്റവും മികച്ച വഴി വരുമാനം വർദ്ധിപ്പിക്കലല്ല, നിങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കലാണ്. സത്യസന്ധതയും വിശ്വസ്തതയും ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. സത്യസന്ധതയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാവില്ല. കയ്പാണെങ്കിലും സത്യം മാത്രം പറയുക. സത്യം പറയുന്നതിലൂടെ ഒരു വലിയ ഗുണമുണ്ട്. എല്ലായ്പ്പോഴും സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഓർത്തുവെക്കേണ്ടി വരില്ല. നുണകൾക്ക് മാത്രമാണ് ഓർമ്മയും മറയും ആവശ്യമുള്ളത്. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. ആ മാറ്റം നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കും. ബിസിനസ് നല്ല രീതിയിൽ നടക്കുമ്പോൾ എളിമ നിലനിർത്താനും അല്ലാത്തപ്പോൾ ക്ഷമയും അനുകമ്പയും കൈവിടാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ വിനയം, ദയ എന്നിവയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം നേടിത്തരുക. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് ഒരു കൃത്യമായ ശാസ്ത്രത്തെ അനുസരിക്കുന്നില്ല, അതൊരു നൈപുണ്യമാണ്. അതിൽ നമ്മുടെ പെരുമാറ്റത്തിനാണ് അറിവിനേക്കാൾ പ്രാധാന്യമുള്ളത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല പെരുമാറ്റശീലങ്ങളുള്ള ഒരാൾക്ക് ഉയർന്ന നിലയിലെത്താൻ സാധിക്കും.